MLA ഇന്നലെ മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുൻനിരയിലുണ്ടായിരുന്നു. സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞതാണോ ഇത്ര വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനിടയാക്കിയത്? അതെ, അറിഞ്ഞ സമയത്ത് തന്നെ ഞാനിവിടെ എത്തിയിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ പറഞ്ഞ പോലെ മെഡിക്കൽ ടീം, പ്രിൻസിപ്പൾ, സൂപ്രണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും അതിൻ്റെ ഏറ്റവും മുതിർന്ന HOD-മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുണ്ടായിരുന്നു. മെഡിക്കൽ ടീമായി തന്നെ ഓരോ പേഷ്യൻസിൻ്റെയും സ്റ്റേജ് നോക്കിയിട്ട് ചികിത്സ തീരുമാനിച്ച് ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഇന്നലെ തന്നെ മരണപ്പെട്ട 5 പേരുടെയും ഇൻക്വസ്റ്റ് ഇന്നലെ രാത്രി തന്നെ പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഇത്ര രാവിലെ തന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് ഇപ്പോൾ 4 പേരുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാളുടെ കൂടിയാണ് ഇപ്പോൾ കഴിയാനുള്ളത്. നേരത്തെ അറിയിച്ചത് ഉച്ചയോടുകൂടി ഇവിടെ എത്തുന്നതാണ്. ഇപ്പോൾ 10:30 എത്തുമെന്ന് അറിയാൻ കഴിയുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലായതാണോ? അതെ, നമ്മളൊരു 12 മണിക്ക് ഇവിടെ പൊതുദർശനത്തിൽ വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനേക്കാൾ നേരത്തെ നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 11:30 നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ബന്ധുക്കൾ, കുറച്ച് പേരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് ബന്ധുക്കൾ കൂടി എത്തുന്ന കൂടി കണക്കിലെടുത്തൊരു 11 മണിയോടുകൂടി നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇപ്പോൾ ഉടനെ എത്തിച്ചേരും. പിന്നെ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടോ? അതിൽ 3 പേരുടെ അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല. ഒരാളുടെ ഒരു ന്യൂറോ സർജറി നടത്തി, ഒരാളുടെ. അപ്പോൾ 4 പേരുടേതാണൊരു ഇപ്പോഴും ഒരു പൂർണ്ണമായി നമുക്ക് സേഫ് എന്ന് പറയാൻ കഴിയുന്ന സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന പോലെയുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ രാവിലെ ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഇന്ത്യയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്കെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന നിലയിൽ തീർത്ത് പറയാതിരിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകളൊക്കെ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ കാര്യം? അതെല്ലാം ഗവൺമെൻറ് ഇപ്പോൾ എല്ലാ കാര്യവും ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവരെ പല നാട്ടിൽ പാലക്കാട്, മലപ്പുറം, കണ്ണൂരൊക്കെ കൊണ്ടുപോകണം, ലക്ഷദ്വീപ് കൊണ്ടുപോകണം. അവർ ചിലപ്പോൾ കൊച്ചിയിൽ അടക്കം ചെയ്യുമെന്ന് പറയുന്നു. ബന്ധുക്കൾ വന്നിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം. ഇവരെല്ലാം നാട്ടിലെത്തിക്കാൻ ആവശ്യമായ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഗവൺമെൻറ് ഇപ്പോൾ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്.